യുവരാജ് ഗോകുൽ, ഇവിടെ ഈ LDFന്റെ തീരുമാനം വന്നതിനു ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം നിങ്ങൾ കണ്ടതാണല്ലോ. അതിൽ പറയുന്നത് RSSനെയും BJPയെയും ധിക്കരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അതിനേക്കാൾ ശക്തമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് LDFലെ ഘടകകക്ഷികളെക്കാൾ ഈ സർക്കാരിന് മേലും ഈ പാർട്ടിക്ക് മേലും സ്വാധീനം RSSനാണ് എന്നാണ്. BJP CPMന്റെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ അനൗദ്യോഗിക ഘടകകക്ഷിയായി മാറിക്കഴിഞ്ഞോ? ഇന്ന് CPM നേതാക്കന്മാർ മൗനവ്രതം നടത്തുമ്പോൾ അവർക്ക് മുഴുവൻ പിന്തുണയുമായി ഈ പറയുന്ന ഗോവ ഗവർണറും ഈ പറയുന്ന സുരേഷ് ഗോപിയും ഒക്കെ ഇറങ്ങി പ്രതിരോധം തീർക്കുന്നത് കാണുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൻ്റെ രാഷ്ട്രീയ സാധൂകരണമാവുകയല്ലേ അത് താങ്കൾക്ക് രാഷ്ട്രീയമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ താങ്കൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ. അതാ പറഞ്ഞത്. ഇത് സാധാരണ ഞാൻ അങ്ങനെ പറയുന്നതല്ല. പക്ഷേ താങ്കൾ ഇത്രയും നേരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം വെച്ച് നോക്കുമ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. താങ്കൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. കാരണം അവിടെ ശ്രീധരൻ പിള്ള ആയിരുന്നാലും ശരി തന്നെയാണ്, സുരേഷ് ഗോപി ആയിരുന്നാലും ശരി തന്നെയാണ്, ഒരു CPMനും പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടല്ല പോയത്. RSSന്റെ രണ്ടാമനായിട്ടുള്ള ശ്രീ ദത്താത്രേയ ഒസബലെ അദ്ദേഹം ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ട് കേരള രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കുറെ മാധ്യമ പ്രവർത്തകരും നിങ്ങൾ ആരാണ് അതിനെയാണ് അവിടെ ചോദ്യം ചെയ്തത്. അവിടെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് പിണറായി വിജയന് അല്ലെങ്കിൽ CPMനെ പ്രതിരോധിക്കാൻ എന്താവോ? ഞങ്ങൾ എന്തിനാ അവരെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പോകും, കാണും. അത് ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ എവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് പരമമായ വിവരദോഷത്തരം. ഇപ്പൊ യുവരാജ് പറയുന്നതാണ് പരമമായ വിവരദോഷത്തരം. നിങ്ങൾ ഇത്രയും നേരം നടത്തിയ വെർബൽ ഡയറിയ ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരുന്നാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഇവിടെ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് കേരളത്തില് BJPക്ക് തൊട്ടുകൂടായ്മ ഉണ്ട്, വെച്ചിട്ടുണ്ട്. തന്റെ വീട്ടിൽ നിന്നാണോ കൊണ്ടുവച്ചത്? മര്യാദയ്ക്ക് സംസാരിക്കണം. പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇവിടെ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ ഉണ്ടാവണോ വേണ്ടോ എന്നുള്ള കാര്യം? പാർലമെന്റിലേക്കും ഈ പറയുന്ന നിയമസഭയിലേക്കും കയറ്റിയിട്ടില്ല. കയറ്റിയത് ഈ പറയുന്ന നിരന്തര പരാജയങ്ങളുടെ ഈ പറയുന്ന സഹതാപ തരംഗം കൊണ്ടാണ്. അല്ലല്ല, ആ രൂപത്തിൽ വർത്താനം പറയരുതേ. മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണ്ട യുവരാജ്, മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണ്ട. കേട്ടല്ലോ, മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണ്ട. അങ്ങോട്ട് എഴുന്നള്ളിച്ച് തന്നെ തരും. മനസ്സിലായോ? താൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരാതിരുന്ന അങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരുന്നില്ല. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അത് വ്യക്തിപരമായി എനിക്കെതിരെയല്ല, എന്റെ പ്രസ്ഥാനത്തിനെതിരെ ഉപയോഗിച്ച വാക്കാണ്. അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് തനിക്ക് അർഹിക്കുന്ന രീതിക്ക് തന്നെ മറുപടി തരാൻ ഞങ്ങൾക്കും അറിയാം. മനസ്സിലായോ? താനല്ല ഇവിടെ കേരളത്തിലെ BJPക്ക് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് സംസാരിച്ച വിഷയമായി നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വിവരദോഷത്തരമാണ് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് ഗൗരവത്തോടെ താങ്കൾ പ്രതികരിക്കുകയുണ്ടായി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ KC ഉമേഷ് ബാബുവും പ്രതികരിക്കുകയുണ്ടായി. ഇതിൽ വിവരദോഷത്തരം ഈ പറയുന്ന യുവരാജ് ഗോകുലിന് മാത്രമാണോ തോന്നിയത്, അതോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, നിൽക്കുന്നേ, ചിലക്കാതെ അങ്ങ് നിർത്തിയതിനു ശേഷമാണ് ഞാൻ പിന്നീട് മറ്റാളുകളിലേക്ക് പോകുന്നത്. യുവരാജെ ചിലക്കാതെ ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. ശരി, നിങ്ങൾ പറഞ്ഞു തീർത്തു. ഇനി ഇല്ലല്ല, നിങ്ങൾ പറഞ്ഞു തീർത്തു. അവിടെ നിൽക്കട്ടെ. അത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, 20% വോട്ട് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങള്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് ഒന്നാം സ്ഥാനം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. ഞാൻ കേട്ടു. അടങ്ങാൻ പറയും. ചലഞ്ച് ചെയ്തൊരു ചോദ്യം ചോദിക്കുന്നു. ഫ്ലവേഴ്സിന്റെയും 24ന്റെയും മുതലാളി RSSന്റെ നേതൃത്വത്തിലെ കണ്ടിട്ടില്ല. നിങ്ങളെ വലിയ RSSന്റെ നേതൃത്വത്തെ കുറിച്ചും നിങ്ങളുടെ വലിപ്പത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മിനിമം മര്യാദ കാണിക്കുക. ഞാൻ സംസാരിക്കല്ലേ? എന്നോട് താങ്കളോട് സംസാരിക്കുമ്പോൾ താങ്കളുടെ രീതിയിൽ സംസാരിച്ചോളാം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാനുള്ള മര്യാദ എനിക്ക് ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. താങ്കൾ ഈ പറഞ്ഞത് ആവർത്തിക്കട്ടെ. ഇനി മറ്റുള്ളവരെ മറുപടി പറയട്ടെ.